ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞതാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കുരുവട്ടൂരി ത്വരീഖത്ത് ഉൽപ്പാദിപ്പിച്ച കാലം മുതൽ, തുടങ്ങി വെച്ച കാലം മുതൽ പറയാറുള്ള ഒന്നാണ് കുരുവട്ടൂരി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വ്യാജനാണ്, ഒറിജിനൽ അല്ല. മുരീദുകളായ നൗഷാദ് ഒതുക്കുങ്ങലിനെ പോലുള്ള ആളുകൾ പറയാറുള്ളത് കുരുവട്ടൂർ കെ സി അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞാനിയാണ്, സർവ്വലോക സംരക്ഷകനാണ്, ആനം 11,000 ഭരിക്കുന്ന ആളാണെന്നൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട് അയാൾക്ക് മറിഞ്ഞ കാര്യം പോയിട്ട് മുമ്പിൽ നടക്കുന്ന പോലെ ഒന്നും അറിയില്ല. അയാൾ പച്ച നുണയും പറയാറുണ്ട്. എല്ലാ കുത്തിത്തിരിപ്പും അയാൾ നടത്തും. ഹറാമുകളൊക്കെ ചെയ്തിട്ട് ന്യായീകരിക്കാൻ കുറച്ച് ശിങ്കിടികളെ മുരീദ് എന്ന പേരിൽ ഉണ്ടാക്കിയെന്ന് മാത്രമാണ് അയാൾ ചെയ്തത്. ഇയാൾ പലപ്പോഴും പറയാറുണ്ട് അയാളെ ഈ പറഞ്ഞ ലോകം പോയിട്ട് സൽമാൻ അസരി പറഞ്ഞതുപോലെ ഒരു ചെറിയ പ്രദേശം പോയിട്ട് അയാളെ തൊള്ളിയിലെ നാവ് പോലും നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയൂല. എന്തുകൊണ്ട് കഴിയൂല? അയാൾ പച്ച നുണയെ പറയാറുള്ളൂ. ഏത് വിഷയത്തിലും പച്ച നുണയെ പറയാറുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ അടുത്ത കാലത്ത് ഇന്നലെ പ്രസംഗിച്ച പ്രസംഗത്തിൽ അയാൾ പറഞ്ഞു, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അയാൾ പറഞ്ഞൊരു വാക്കാണത്. ഇങ്ങനൊരു സംഗതി ഭൂലോകത്തുള്ളൊരു ഹദീസിൽ കാണാൻ കഴിയൂല. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാനി എന്ന് ചിലപ്പോൾ കാണും, അത് ഹദീസായിട്ടില്ല. ഇയാൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞതാണല്ലോ. അങ്ങനത്തെ വാക്കുകളുണ്ട്. ഖൽബുൽ മുഅ്മിനി, അർഷുർ റഹ്മാനി എന്ന് കാണാം, അർഷുല്ലാ എന്ന് കാണാം, അതൊക്കെ കാണും. അത് ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളും മറ്റുള്ളവരൊക്കെ പലപ്പോഴും അത് ഉപയോഗിച്ചിട്ടുണ്ട്. സുഫിയാക്കളൊക്കെ പലപ്പോഴും ഉപയോഗിച്ച വാക്കാണ്. മുൻഗാമികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണെങ്കിൽ അതിൽ തെറ്റി നമ്മൾ പറയണമില്ല, കാരണം അയാൾ അങ്ങനെ പറഞ്ഞാൽ. ഇത് അള്ളാൻ്റെ റസൂലിനെ സംബന്ധിച്ച് പറയാണ്. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ കേട്ടു നോക്കി. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞതാണല്ലോ. ഇങ്ങനൊരു ഇബാറത്ത് ഹദീസിൻ്റെ ഏതെങ്കിലും കിതാബുകളിലുണ്ടോ? ലൊയീഫിൻ്റെ കിതാബിൽ, സഹീഹ് എവിടെക്കട്ടെ, ലൊയീഫിലെങ്കിലും ഉണ്ടോ? നൗഷാദ് വെച്ച് പലതിനും തെളിവ് എന്ന് പറഞ്ഞ് പല വാറോലും കൊണ്ടുവരുന്നതാണ്. എന്നാൽ വാറോലെങ്കിൽ വാറോല ഇതെറ്റി കൊണ്ടുപോവാ, എനിക്ക് ജാണാണെങ്കിൽ കൊണ്ടുപോവാ. അങ്ങനത്തെ ഒരു ഹദീസ് അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ മൗദൂആയി വെച്ചിട്ട് പറഞ്ഞത്, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ വെച്ചിട്ടിരുന്നെങ്കിൽ ആ വെച്ചിട്ടില്ലെങ്കിലും കൊണ്ടുപോവാ. അതിന് വെല്ലുവിളിക്കുകയാണ്. എനിക്ക് കഴിയും അങ്ങനെ. അപ്പോൾ അതാ പറയുന്നത്, എൻ്റെ ഹോജ എന്ന് പറയുന്ന ഇയാൾക്ക് മറിഞ്ഞതും അറിയില്ല, തെളിഞ്ഞതും അറിയില്ല, കിതാബിലുള്ളതും അറിയില്ല, ഒന്നും അറിയില്ല. ഒരു സംഗതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ആയത്താണോ ഹദീസാണോ മഹാന്മാരുടെ ഇബാറത്താണോ അതുപോലും അറിയില്ല. അങ്ങനത്തെ പടുജാഹിലിനെയാണ് ഇപ്പോൾ ഇമാമാക്കി, ഷെയ്ഖാക്കി, ലോകം നയിക്ക് നിയന്ത്രിക്കണവനാക്കിയിട്ടുള്ളത്. അതിലേക്കാണ് കുറേ ആൾക്കാരെ നീ വലിച്ചു കെട്ടണതെന്ന് എന്നെ വിനയത്തോടു കൂടി ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇതെന്താ ഇത്ര പരസ്യമായിട്ട് പറഞ്ഞു, ആ ഷെയ്ഖിനെ മാത്രം വിളിച്ചൂടെ? ഇത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലാണ് ഷെയ്ഖ് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടതും. ഇതിനതിന് മറുപടിയുള്ളൂ.